പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ സിവിൽ പോലീസ് പരീക്ഷ എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, CPO അതുപോലെ തന്നെ ഏത് ബറ്റാലിയൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ WCPO പരീക്ഷ എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, WCPO എന്നുകൂടി എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ എത്ര പേര് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് മുതൽ നമ്മുടെ 21-ാം തീയതി മുതൽ നിങ്ങളുടെയൊക്കെ പ്രൊഫൈലുകളിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും കൺഫർമേഷൻ കൊടുക്കാനുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ, വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ CPOയുടെ എക്സാമിനേഷന്റെ ഡേറ്റും WCPOയുടെ എക്സാമിനേഷന്റെ ഡേറ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് 25/5/2024 എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആണല്ലേ. അപ്പോൾ മെയ് 25-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, CPOയുടെ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ WCPOയുടെ എക്സാമിനേഷൻ വരുന്നത് 11-ാം തീയതിയാണ്. അപ്പോൾ മെയ് 11-ാം തീയതി WCPOയുടെ എക്സാമിനേഷൻ ഉണ്ട്. ഇപ്പോൾ ദാ ഫെബ്രുവരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസത്തെ ടൈം ഉണ്ട്. 3 മാസം മതി നിങ്ങൾക്ക്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. 3 മാസത്തെ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. ലിസ്റ്റിൽ എവിടെയെങ്കിലും പേര് വന്നിട്ട് ഒരു കാര്യവുമില്ല. നല്ല മാർക്ക് വാങ്ങിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് CPO ആയാലും ഏത് ജോലി ആയാലും കേരള PSC കിട്ടത്തുള്ളൂ. ആ ഒരു വ്യക്തമായ ബോധം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. CPOയുടെ കാറ്റഗറി നമ്പർ ആണെന്നുണ്ടെങ്കിൽ 593/2023 ആണ്. അതുപോലെ തന്നെ WCPOയുടെ ആണെന്നുണ്ടെങ്കിൽ 584/2023 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് നമ്മുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 31 ആണെന്ന് കൂടിയുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പരീക്ഷ എഴുതുമെന്ന് ഉറപ്പുള്ളവർ മാത്രം എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. അഥവാ BSc പ്രൊഫൈൽ ബ്ലോക്കിംഗ് എന്നൊക്കെ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരീക്ഷ എഴുതും പഠിക്കും എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ CPO പരീക്ഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ WCPയും പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള കോഴ്സുകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ ഒരു 3-4 ക്ലാസ്സുകൾ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 3-4 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയും IPCയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സുകളുടെ ഒക്കെ ഡിജിറ്റൽ നോട്ട്സ്, മെറ്റീരിയൽസ്, PDF, മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റ് പോലുള്ള സകല കാര്യങ്ങളും നമ്മുടെ ചാനലിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപ മാത്രമേ ഉള്ളൂ. 500 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലേക്ക് 996111692772 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയക്കുക. കോൾ ചെയ്യേണ്ട, കോൾ എനേബിൾഡ് അല്ല. അപ്പോൾ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾ അതേ ദിവസം തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ ഫസ്റ്റ് ക്ലാസ് തൊട്ടുള്ള സകല മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആക്കിയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ WCPO നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും എന്താണ്, സെയിം പേയ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഏത് മുഖാന്തരം വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കണക്കിന് നമ്മുടെ മുന്നിലുള്ള ഈ ഒരു 3 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100 ദിവസമാണ് നമ്മുടെ CPO പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. 100 വേണ്ട, 90 ദിവസം വെച്ചേക്കാം, 3 മാസം. അപ്പൊ ഈ 3 മാസം എന്ന് പറയുന്നത് വലിയൊരു പീരീഡ് ഒന്നും അല്ല. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു പോയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 മാസം മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി എന്ത് ചെയ്യുക, ബാക്കി ഇപ്പോഴത്തെ തിരക്കുകളൊക്കെ നിങ്ങളൊന്ന് കുറച്ചുകൊണ്ട് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക. പഠിച്ച് മുന്നോട്ട് വന്നാൽ നല്ല റാങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം. അപ്പൊ എന്തായാലും എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ പോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഫയർമാനും എക്സൈസും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത് അതുപോലെ തന്നെ നമ്മുടെ CPO പരീക്ഷയ്ക്കും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു കോഴ്സിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. മാക്സിമം ഈ തരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മുന്നേറാം. അപ്പൊ എന്തായാലും പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പൊ എന്തായാലും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.